തിരുവനന്തപുരം സ്ലാങ് നന്നായിട്ട് സംസാരിക്കും. സൂപ്പറായിട്ട് സംസാരിക്കാം. പറ. ആദ്യം അണ്ണൻ തുടങ്ങ. അല്ല നീ പറ. അണ്ണൻ പറ. നീ രാവിലെ തൂത്തിറക്കി തൂക്കൂ? ഓ, ഇറൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെണ്ണ. ഇറ എല്ലാം തൂത്ത് വൃത്തിയാക്കി സെറ്റാക്കി. വേറെ ആരെങ്കിലും ജോലിക്ക് ആരെങ്കിലും വരും? ഓ, ജോലിക്കൊന്നും ആരും വരൂല അണ്ണ. ഇപ്പൊ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. എന്തിരി പറയാൻ. നീ വിളക്കിനൊക്കെ ഒരുക്കൂ? ഓ, വിളക്കൊക്കെ ഒരുക്കും ഞാൻ. വിളക്കൊക്കെ ഒരുക്കി എന്തിരി പറയാ, സീരിയൽ സമയങ്ങളായതുകൊണ്ട് എല്ലാ അമ്മച്ചിമാരും അവിടെ ഇരുന്ന് കാണും. നമ്മള് പിന്നെ ആ ഓരം പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കും. ഞാൻ ചിലപ്പോ ഇടയ്ക്കൊക്കെ മറന്നു പോകട്ടെ. ഇത് അസലായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായി? അത് എങ്ങനെയെന്നറിയാമോ? നമ്മുടെ വീടങ്ങ് മലയുടെ മോളിലാണ് കേട്ടോ. അപ്പൊ അവിടെ കിണർ കുടിക്കാൻ പറ്റൂല. അപ്പൊ വെള്ളം എടുക്കണമെങ്കിൽ ഇങ്ങനെ താഴെ മൂട്ടിൽ വരണം. അപ്പൊ ഞാനും ഇങ്ങേരും കൂടെയാണ് വെള്ളം എടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം കുടത്തിൽ ഞാൻ ഇങ്ങേർക്ക് വെള്ളം എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇങ്ങേര് പോണ ഒരു പോക്ക് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഇങ്ങേർക്ക് ഭയങ്കര താളബോധമാണെന്ന്. അന്ന് അത് ഇത്തിരി കാണിച്ചു കൊടുക്കും നിങ്ങള്. നല്ല താളബോധം ഇല്ലേ? നല്ല താളബോധം പിളന്നോണ്ട് പോണ ഇങ്ങോട്ട് കഴിയുന്നേ. കാര്യം പറയാം, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആർക്ക് കേട്? ചെടി വളർത്തണേ. ഇതിന്റെ സുനി, ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ തോന്നരുത്. സുനി, ഈ വേഷത്തിലൊന്നും അവിടെ പോകാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് ആവണം. കൃഷ്ണൻകുട്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അണ്ണന്റെ കൂടെ ആണെങ്കിൽ വരും, അല്ലാതെ അങ്ങേരെ കൂടെ ഒന്നും പതാര്. കൃഷ്ണൻകുട്ടി അല്ല, എക്സിക്യൂട്ടീവ്. നല്ല മറ്റേ ബെൽറ്റ് ഒക്കെ ഇട്ട് ഷൂസ് ഒക്കെ ഇട്ട് അങ്ങനെയുള്ള വേഷം വേണം അവിടെ. അണ്ണന്റെ കയ്യിൽ ബെൽറ്റ് ഉണ്ടാ? ഇല്ല. മാമന്റെ അടുത്ത് ചോദിക്കാം. മാമ അന്ന് പറയണ കേട്ട് മാമന്റെ കയ്യിലുണ്ടെന്ന് ഉണ്ണിമുഖം തന്നെ പൃഥ്വിരാജിന്റെ ബെൽറ്റ്. എന്തര് തന്ത്രി ഇത് കണ്ടാ? അണ്ണാ നമ്മളെ വീടല്ല. അനങ്ങരുത്. ആക്രാന്തം കാണിക്കാം. നിങ്ങളെ ചെവിക്കാത്തൊരു വണ്ടി ഇതിന് ചെവിയിൽ വെക്കണ സാധനം ഇതെന്തോന്നൊന്ന് പറഞ്ഞു വിടണ്ട. എയർപോർട്സിലെ അതാണ് സാധനം. ചെവിയിൽ വെക്കണ സാധനോ? അണ്ണാ കണ്ടില്ലേ, ഈ മുതുക്കെണ്ട ഫോണും കൊണ്ട് കളഞ്ഞിട്ടാണ് നിക്കണത്. ഇനി ഇപ്പൊ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ അറിയും? ആരടി മുതുകണ്ട? നിങ്ങൾ തന്നെ മുതുകണ്ട. കോളേജുമാരി കേട്ടോ, 16 വയസ്സ്. നിന്നെക്കാളും 2 വയസ്സുള്ള പൊണി. അപ്പൊ ചെറുപ്പക്കാരൻ നിക്കി നോക്കി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചന്ദ്രയും കൂടെ സ്ഥലത്ത് വന്നിരിക്കണം, അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞായിരുന്ന. ഇങ്ങോട്ട് അടിക്കന്നെ. എന്തിനാ നിനക്ക്? നീ എന്തിനാ അവിടെ കിടന്ന് വിളിച്ചോണ്ടിരിക്കണം? അണ്ണൻ പറഞ്ഞില്ല ഒരു ആവശ്യത്തിന് ഇവിടെ വന്ന് നിൽക്കണം. പിന്നെ എന്തൊരു കൊണുകൊണാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിച്ചു. അവരെ കുത്തി കയറി കളയും പയ്യലെ. വെച്ചിട്ട് പോടാ അങ്ങോട്ട്. ആര്? വീട്ടിൽ നിന്ന് അപ്പായി വിളിച്ചായിരുന്നു. എന്തൊരു പറഞ്ഞ്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ, ഇങ്ങനെയൊക്കെ നടന്നാ മതി, അവര് കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ചോദിച്ചു. നിങ്ങൾ എന്തൊരു പറഞ്ഞ്? ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, വിഷുവിന് നിങ്ങൾ കണി കാണാൻ വരും, ഇവിടെ ഒരു പിള്ള ഓടി കിടക്കണ കാണാന്ന് പറഞ്ഞു. എന്നിട്ട് ഓണത്തിന് നിങ്ങൾ ഉണ്ണാൻ വരുമ്പോ വേറൊരു പിള്ള ഇവിടെ ഓടി കിടക്കണ കാണാന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്മസിനൊന്ന് റംസാനൊന്ന് അങ്ങനെ 4 പിള്ളകൾ ഇവിടെ ഓടി കിടക്കണം, നിങ്ങൾക്ക് കാണാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ കൊള്ളാം. ഇങ്ങനെ വർഷം പൂട്ട് കാക്കാൻ ഞാൻ വരിക്കപ്പിലാവാന്നേ. എന്തെങ്കിലും പറയണം. എന്റെ സുനിയണ്ണനെ കാണാനില്ലണ്ണ. ഇല്ലണ്ണ, എവിടെ പോയെന്ന് അറിഞ്ഞൂടണ്ണ. ഇന്നലെ വൈകുന്നേരം ഉണ്ടല്ല, തുണികളൊക്കെ നനച്ചിട്ട് ആട്ടിനെ മാട്ടിനെയൊക്കെ കുളിപ്പിച്ച് തൊഴുത്തിലും കെട്ടി അവർക്ക് കാടിയും കൊടുത്ത് പുളിയും കുരുവൊക്കെ കൊടുത്ത് പാത്രങ്ങളൊക്കെ രാത്രി കഴുകി വെച്ചിട്ട് ഒരുമിച്ചാണ് കിടന്ന് ഉറങ്ങിയത്. ഇത്രയും പണി ചന്ദ്ര ചെയ്യണ്ട വീട്ടില്? അയ്യോ, ഞാനല്ല, അണ്ണ ചെയ്തെന്ന്. അതിൽ അണ്ണ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലണ്ണ. അണ്ണൻ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അണ്ണൻ പറയണേ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യം പോകുമെന്ന്. എന്നിട്ടുണ്ടല്ല, രാത്രി കിടന്ന് ഉറങ്ങി. പാതിരാത്രി ആയപ്പോ അണ്ണനെ കാണാനില്ല അണ്ണ. ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോ റേഷൻ കാർഡും കാണാനില്ല. അപ്പൊ പിന്നെ റേഷൻ കടയിൽ പോയിരിക്കും. പാതിരാത്രി ഏത് റേഷൻ കട? പിന്നെ അണ്ണ, ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. നമ്മൾ അപ്പുറത്തെ ഡക്ലസ് അണ്ണനെ നിങ്ങൾ പറഞ്ഞ് മര്യാദ വിലക്കണം. അങ്ങനെ നിന്നെന്തോ ചെയ്ത്? അണ്ണ, ഞാൻ എന്നും കുളിക്കാൻ കയറുമ്പോ കുളിമുറിയിൽ അപ്പുറത്തുള്ള മരത്തിന്റെ മോളിൽ കയറി ഇരുന്ന് പാട്ട് പാടലും ചൂളം വിളിയും. ഓ, ഒന്നെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അതിനൊരു മേൽക്കൂരയിടി നിങ്ങൾ. അങ്ങനെ പെണ്ണുപിള്ള കുളിക്കാൻ പോകുമ്പോ നീ എന്റെ കൂടെ പറ. എന്തറിഞ്ഞ്? എനിക്കും അറിയാം മരത്തിൽ കയറാൻ. ഇന്നലെ ആണെങ്കിലേ എന്നെ പോലീസ് പിടിച്ചെന്ന്. എന്താ പോലീസ് പിടിച്ചത്? ബൈക്കിലിരുന്ന് സിഗരറ്റ് വലിച്ചെന്നും പറഞ്ഞോണ്ട്. എന്താ ഞാൻ ഇത് കേൾക്കണത്? ഇതിനാ ഞാൻ എന്റെ പിള്ളേ ഇവിടെ ജോലിക്ക് വിട്ടത്. എന്റെ പിള്ളേ വഷളാക്കിയല്ലേ നിങ്ങൾ? കിടന്നോണ്ട് എവിടെ പോണ് പറയട്ടെന്ന്. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്ന് സാധനം മേടിക്കാനായിട്ട് എന്റെ ബൈക്കും തന്ന് വിട്ട് അവിടെ ചെന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോ ബൈക്കിന്റെ ലൈറ്റ് കത്തണില്ല. അപ്പൊ എതിരെ വരണ വണ്ടിക്ക് എന്നെ കാണാൻ വേണ്ടി സിഗരറ്റ് കടിച്ചു. ബുദ്ധി ഇല്ലെന്ന് ആര് പറഞ്ഞത്? കണ്ട എന്റെ പിള്ളേരെ എന്തു പറ്റി? മാമൻ പറഞ്ഞ ഇടിയും മിന്നലും
മഴയും വരണ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാം. അയ്യോ നിങ്ങൾ തുണി ഊരിട്ടിട്ട് കിടക്കാനല്ല പറഞ്ഞേ, ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കണക്ഷൻ ഊരിട്ടിട്ട് കിടക്കാനാ പറഞ്ഞേ. പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന്. ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടാ. ചേട്ടന് ഇഷ്ടാണെങ്കിൽ കാണിക്കാം.